ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായിട്ടാണ്. ഈ കാണുന്ന വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് വെറും 5.9 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാക്കനാട് ഇൻഫോ പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അതുപോലെ തെങ്ങോട് ജംഗ്ഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. തെങ്ങോട് ജംഗ്ഷനിലേക്ക് ഈ കാണുന്ന വീട്ടിൽ നിന്നും വെറും 2.3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വികാസവാണി ജംഗ്ഷനിലേക്കാണെങ്കിൽ 1.6 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് ഞാൻ പറഞ്ഞു 5.9 കിലോമീറ്റർ. നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 12 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 23 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ടാർ റോഡ് ഫേസിംഗ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആർക്ക് ഈ ഒരു റോഡിലൂടെ പോയാലും നമ്മുടെ ഈ ഒരു വീട് ഭംഗിയായിട്ടൊന്ന് കണ്ട് ആസ്വദിച്ചു പോകാവുന്ന രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി നോക്കുവാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 5.5 കിലോമീറ്ററും നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 7 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. സ്കൂൾ നോക്കുവാണെങ്കിൽ നൈപുണ്യ സ്കൂൾ എല്ലാവർക്കും അറിയാം, സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. അവിടേക്ക് വരും 6.9 കിലോമീറ്റർ. ഇൻഫോ പാർക്കിനടുത്തുള്ള ജംസ് സ്കൂളിലേക്ക് 6.4 കിലോമീറ്ററും മാർത്തോമ സ്കൂളിലേക്ക് 3.6 കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് എത്താവുന്ന ആക്സസ് ആണ് ഈ ഒരു വീടിന് ഉള്ളത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് നിങ്ങൾ കണ്ടു. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ടാർ റോഡ് തന്നെയാണ്. ബാക്കി നമ്മുടെ വീടിന്റെ ആ ഒരു ഫ്രണ്ടേജിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 6.75 സെന്റിലാണ് ഈ കാണുന്ന ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. 6.75 വളരെ കുറച്ചൊരു ലാൻഡ് മാത്രം, ഒരു പൊടിക്ക് മാത്രം ലാൻഡാണ് കുറവുള്ളത്. നമുക്ക് 6.25 സെന്റ് എന്ന് തന്നെ റൗണ്ട് ചെയ്ത് പറയാം. 6.25 സെന്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. നിങ്ങൾ കണ്ടു, GA പൈപ്പിന്റെ വർക്കുകളൊക്കെ അതിൽ നിറയെ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിലായിട്ട് നമുക്ക് ആ ഷോ ലൈറ്റ് വെക്കാനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ ആ ഒരു കണക്ഷൻസ് എല്ലാം തന്നെ റെഡിയാണ്. അതുകൂടെ മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് നമ്മുടെ ആ മതിലിലൊക്കെ വെച്ചിരിക്കുന്ന GA പൈപ്പിന്റെ അതേ മോഡൽ തന്നെയാണ് ഗേറ്റും കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് തൊട്ടടുത്തേക്ക് വലിയൊരു വില്ലാ പ്രൊജക്ട് ആണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വീടും വരുന്നത്. പക്ഷേ ഈ ഒരു വീട് മാത്രമാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. സൈഡിൽ നിന്നൊക്കെ നോക്കിയാലും മതിലൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ അടിപൊളിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെയാണ് ഇതിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിറയെ LED സ്ട്രിപ്പുകളും ഷോ ലൈറ്റുകളും ഒക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്ക് 2 ബാൽക്കണികൾ കിട്ടുന്നുണ്ട്. അവിടെ ചെയ്തിരിക്കുന്ന PVC പാനലിംഗ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് വിസിബിൾ ആണ്. എന്തുകൊണ്ടും എടുത്തു പറയേണ്ട ഒരു വീട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നല്ലൊരു ലാൻഡ് അളവിൽ നമുക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഗേറ്റ് തുറന്നിട്ട് നേരെ കയറി വരുന്നത് കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ 2 ഡിഫറെന്റ് ടൈപ്സ് ഉള്ള സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ വലിയ സ്റ്റോൺ കൂടാതെ അതിന് ബോർഡർ ലൈനുകളായിട്ട് ചെറിയ സ്റ്റോൺ കൂടെ വിരിച്ച് വളരെ ഭംഗിയായ രീതിയിലാണ് ഫ്ലോർ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നേരെ കടന്നു വരുന്ന സമയത്ത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചാണ് കാണാൻ പറ്റുന്നത്. അതിനകത്ത് നിറയെ LED സ്ട്രിപ്പുകളുടെ വർക്കുകളാണ് എടുത്തു പറയേണ്ടത്. LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിനകത്ത് വരുന്ന പോർഷൻ നോക്കിയാലും കാണാം, വളരെ ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറുകൾ ഈ ഒരു കാർ പോർച്ചിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്പേസിൽ ഒരു കാറും തൊട്ടടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ കാറും, 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാറുകൾക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കിടക്കുന്ന നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ ഏരിയ നിങ്ങൾക്ക് കാണാം. അവിടെ 3ഓളം കാറുകൾക്ക് വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 5 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഭാഗത്തൊക്കെ ഷോ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് നേരെ കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് അവിടെയായിട്ടാണ് നമുക്ക് കിണർ കാണാൻ പറ്റുന്നത്.
നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം. നല്ല വിന്റേജ് മോഡല് ഭംഗിയായ ടെക്സ്ചർ വർക്കിലാണ് കിണർ ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിലൊക്കെ ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന സ്പേസിലൂടെ നടന്നു പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ട്രീയുടെ ഡിസൈനും കല്ലുകളൊക്കെ കൊണ്ട് മനോഹരമായിട്ട് ഓൾറെഡി വാട്ടർ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏരിയ നോക്കിയാൽ നമുക്ക് ഇവിടെയായിട്ട് നല്ല ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് നിറയെ ഫ്ലവറുകളും ഒക്കെ ഉണ്ടായി നിങ്ങൾക്ക് കാണാം. നമ്മൾ നടന്നു പോകുന്ന ഈ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ചെറിയ പെബിൾസ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തൂടെ ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് ആ ഒരു ഗ്യാസിന്റെ സിലിണ്ടർ വെക്കാനുള്ള കേജ് കാണാം. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് ഇവിടെ വീട് ചെയ്തിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വരുന്നത്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2 കാറുകൾക്ക് മെയിൻ കാർ പോർച്ചിന്റെ അവിടെയും ബാക്കിയുള്ള 3 കാറുകൾക്ക് ഇവിടെയൊക്കെ നേരത്തെ അങ്ങ് പാർക്ക് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇവിടങ്ങളിലെല്ലാം നോക്കിയാൽ കാണാം ചെറിയ ഭംഗിയായിട്ടുള്ള ഷോ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെ നടന്ന് നമ്മളിപ്പോൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള മുന്തിയിനം ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പുകളൊക്കെ വളരെ ആയാസം കുറഞ്ഞ രീതിയിൽ കയറാനായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് തന്നെയാണ് സിറ്റ് ഔട്ടിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന വലിയ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിൽ നമുക്ക് ഫാൻ ഫിറ്റിംഗ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ LED സ്ട്രിപ്പുകൾ നിറയിട്ടിട്ടുണ്ട്. LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വുഡൻ ഐറ്റംസ്, അതായത് മെയിൻ ഡോറുകളും ബാക്കി നിങ്ങൾ അകത്തുള്ള എല്ലാ ബെഡ്റൂമുകളുടെ ഡോറുകളും നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. തേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിന്റെയും കട്ട്ള വരുന്ന ഭാഗങ്ങളെല്ലാം ആഞ്ഞിലിയുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് ടീക്ക് വുഡിൽ ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ട്ളപ്പടിയിൽ നല്ലൊരു ഡിസൈനിലാണ് കിഴക്ക് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് ഞാനിപ്പോൾ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഭംഗിയുള്ള ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. വലിയ വലിയ ടൈലുകളാണ്, നല്ല നീളവും വീതിയും ഒക്കെയുള്ള വലിയ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. 4-5 വിൻഡോകൾ പല മോഡലിൽ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് മൾട്ടിവുഡ്, ബാക്കിയെല്ലാം തന്നെ തേക്കിലും മാഞ്ഞിലിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ലിവിംഗ് റൂം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം ഈ കണ്ട സെയിം വിൻഡോയുടെ നേരെ മുകളിലായിട്ടും അതേ മോഡൽ തന്നെയാണ് വിൻഡോ ചെയ്തിരിക്കുന്നത്. ടോപ്പ് എൻഡിൽ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളുടെ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഹാങ് ചെയ്ത് വരുന്ന ഭംഗിയുള്ളൊരു ഷാൻലിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. TV വെക്കാൻ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. മെയിൻ ഡോറിനോട് അടുത്തായിട്ട് തന്നെ ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് TV വെക്കാനായിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ യൂണിറ്റ് വെക്കാനായിട്ട് ബ്ലാക്ക് കളറിലെ ബോർഡാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സൈഡുകളിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും താഴെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് റൂമിൽ തന്നെ നമുക്ക് 2 ചെറിയ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കാറ്റ് കിട്ടാനുള്ള ഒരു കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടാണ് 2 ഫാൻ ഫിറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. എൻട്രൻസ് നോക്കിക്കോളൂ, ഭംഗിയായിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്ന ഡിസൈനുകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെയാണ് വുഡിൽ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലാണ് ഡൈനിങ് ഹാൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് നിറയെ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഷോക്കേസ് ഐറ്റംസ് പ്രൊജക്ട് ചെയ്യാനൊക്കെ ചെറിയ ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ബൾബുകളും ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാള് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. വലിയ 4 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ കംപ്ലീറ്റ് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായ ഡിസൈനുള്ള ഗ്രാനൈറ്റ് പീസാണ് സ്റ്റെപ്പുകളിലൊക്കെ ഇട്ടിരിക്കുന്നത്. സൈഡുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗം നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിറയെ വൈറ്റ് ആൻഡ് ചെറിയൊരു ബ്ലാക്ക് കളറിലെ പെബിൾസ് ഒക്കെ ഇട്ട് വളരെ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് ആ ഏരിയയിലേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണിന് നല്ല കുളിർമയാണ്. പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്കിനി വാഷ് ഏരിയ ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു മിറർ വരുന്നുണ്ട്.
വളരെ അട്രാക്റ്റീവ് ആയ ഒരു വാഷ് ബേസിനാണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് പീസിലാണ്. അതിന്റെ താഴേക്ക് ഒരു പടി താഴെ ഇറങ്ങുന്ന രീതിയിൽ വേറൊരു കബോർഡ് ഫെസിലിറ്റി നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയയൊക്കെ അതിൻ്റെതായ സ്റ്റാൻഡേർഡിലും വളരെ ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഈ ഒരു സൈഡിൽ നോക്കിയാലും കാണാം നമുക്ക് മൾട്ടിവുഡിന്റെ നല്ലൊരു വർക്കും അവിടെ കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും LED ബൾബൊക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ നമുക്ക് കവർ ചെയ്തിരിക്കുന്ന ഒരു ഭാഗവും ഉണ്ട്, ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയയും ഉണ്ട്. കവർ ചെയ്തിരിക്കുന്ന ഭാഗം ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ LED സ്ട്രിപ്പുകളാണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ട് അതിനകത്തൊക്കെ ചെറിയ ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ഭാഗം നോക്കുവാണെങ്കിൽ മുകളിൽ ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന് ആദ്യത്തെ ഈ ഒരു ഭാഗത്ത് വരുന്നത് കിച്ചൺ ആയതുകൊണ്ട് അത് തന്നെ കണ്ടിട്ട് പോകാം. കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ പോർഷൻ ഒക്കെ വന്നിട്ട് കംപ്ലീറ്റ് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ പാനലിംഗ് വർക്കുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ക്രോക്കറി ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു ഗ്ലാസ് ഫിറ്റിംഗ് വെക്കാനുള്ള വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഈ കാണുന്ന മുകൾ ഭാഗത്തും 2 ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ്. ഹാൻഡിൽസ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലും നല്ലൊരു കോമ്പിനേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല നീളത്തിലും വീതിയിലും ഒക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകൾ പോർഷനിലൊക്കെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം അവിടെയൊക്കെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലെ പാനലിംഗ് വർക്കിന്റെ മിഡിലായിട്ട് നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് വർക്കുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, തെക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്ലോസി ടൈപ്പ് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഇവിടെ അത് കൂടാതെ നമുക്ക് 5 വിൻഡോസ് കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ഡിഷ് വാഷർ ഒക്കെ വയ്ക്കാനായിട്ട് അതിനുള്ളൊരു സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് കണക്ഷനും അതിന്റെ പ്ലഗ് പോയിന്റും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ ഓൾറെഡി പറഞ്ഞ ഫാൻ ഫിറ്റിംഗ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന സെക്കൻഡ് കിച്ചണിലേക്കാണ്. നമ്മൾ പറയാൻ മറന്നുപോയ കാര്യം, നമുക്ക് ഇവിടെ ആയിട്ടൊരു ചിമ്മിണി ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കിച്ചണിലേക്ക് പോകുമ്പോൾ അതിന്റെ എൻട്രൻസും ഭംഗിയായിട്ട് തന്നെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചണിൽ കണ്ടതുപോലെ തന്നെയാണ് ക്യാബിനറ്റ്സ് ഒക്കെ അവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രിഡ്ജ് ഒക്കെ വെക്കാനായിട്ട് ഈ ഭാഗത്ത് തന്നെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെയാണ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നിറയെ കബോർഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു സിങ്ക് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. വിൻഡോസ് കിട്ടുന്നുണ്ട്. നല്ല സൗകര്യത്തിലാണ് 2 കിച്ചണും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്ത് കാണുന്ന ആ ഒരു ഏരിയയിലേക്കാണ്. നമ്മൾ ഓൾറെഡി അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പരിചയപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ 2 ബെഡ്റൂമുകളാണ്. ഈ സ്ട്രേറ്റ് കാണുന്നത് 1ാമത്തെ ബെഡ്റൂമാണ്. ഡോറുകളെല്ലാം ഞാൻ പറഞ്ഞു എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13.5 11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോസും ഇവിടെ നമുക്ക് 4 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ വുഡൻ കളറുള്ള ഔട്ട് ഫ്രെയിം ആണ്. അകത്ത് വരുന്നത് നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ താഴെയൊക്കെ വലിയ കബോർഡുകളായിട്ടും ഡ്രോസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. വുഡൻ പാനലിംഗ് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ LED സ്ട്രിപ്പുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. മിഡിലായിട്ട് ഫാൻ ഉണ്ട്. എയർ കണ്ടീഷൻ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഷെൽഫ് ഇവിടെ കിട്ടുന്നുണ്ട്. മിറർ വെക്കാനുള്ള വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലും സെറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡെപ്തിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. വോളുകളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഡോറുകളുടെ എല്ലാ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള സിംഗിൾ വിൻഡോസ് ഈ ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത്.
വാർഡ്രോബ് നോക്കുവാണെങ്കിൽ സെയിം മെറ്റീരിയലൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെയും ഒരു ഡ്രസ്സിംഗ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സെയിം മോഡലിൽ തന്നെയാണ് ഇവിടെയും നമുക്കിനി മിററിന്റെ വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് നോക്കുവാണെങ്കിലും റൂഫിൽ ഫാൻ ഫിറ്റിങ്ങുകളും ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിനകത്ത് നമുക്ക് എയർ കണ്ടീഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ബാത്റൂമും കുറച്ച് ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ഗ്ലോസി ആയിട്ട് ഭംഗിയുള്ള ടൈലുകളാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷെയ്ഡിൽ നല്ല ഡിസൈൻ വരുന്ന ടൈലുകളാണ്. താഴെ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഗ്രിപ്പോട് കൂടിയ ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഇവിടെയും ജെറയുടെയും ജാഗുവാറിന്റെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കയറി വന്ന വഴിയിൽ നോക്കിയാൽ കാണാം മുകൾ ഭാഗത്തായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിനടുത്തൊക്കെ ഭംഗിയായിട്ടുള്ള ഷോ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നപ്പോൾ നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ട ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇട്ടിരുന്ന ഹാങ്ങിങ് ലൈറ്റ് കുറച്ചും കൂടി അടുത്ത് നമുക്കിപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഞാൻ ഇങ്ങനെ വന്നു നിൽക്കുന്ന ഭാഗത്ത് ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു പാസേജ് പോലെ നല്ലൊരു ഏരിയ തന്നെയാണ് കിട്ടുന്നത്. രണ്ട് സൈഡിലും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം സേഫ് ആയിട്ടാണ് ഹാൻഡ് റൈൽസ് കൊടുത്ത് കവർ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഹാളിന്റെ ഏരിയയും റൈറ്റ് സൈഡിൽ ലിവിംഗ് സ്പേസിന്റെ ഏരിയയാണ് വരുന്നത്. ലിവിംഗ് സ്പേസിൽ നമ്മൾ ഇട്ടിരുന്ന ഭംഗിയുള്ള ഷാൻലിയർ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റെപ്പ് കയറി വന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. വളരെ വലിയ ഒരു ഏരിയ തന്നെയാണ് അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ TV വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഏകദേശം 3/4 ഭാഗം വന്നിട്ട് PVC പാനലിംഗ് ആണ്. TV വെക്കാനുള്ള മെയിൻ ആ ഒരു ബോർഡ് വന്നിട്ട് ബ്ലാക്ക് കളറിലാണ്. സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. അതിനകത്തെല്ലാം LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നിറയെ ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് ആണ് ആദ്യം വരുന്നത്. അത് തന്നെ നമുക്ക് കണ്ടിട്ട് വരാം. യൂട്ടിലിറ്റി സ്പേസ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതുപോലെ സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു റൂമിനൊത്ത സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കബോർഡ് അവിടെ കിട്ടുന്നുണ്ട്. താഴെയൊക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡലിലാണ് ഇവിടുത്തെ വിൻഡോസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വാഷ് ബേസിനും മിററും കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് കണക്ഷനും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ ഭാഗത്താണ്. പക്ഷെ നിങ്ങൾ അവിടെ പോലും ഒന്ന് കണ്ടോളൂ. സ്റ്റെപ്പൊക്കെ ഭംഗിയായിട്ട് കോൺക്രീറ്റിൽ ചെയ്തിട്ട് നമ്മൾ മുകളിൽ എത്തുന്നത് വരെയുള്ള പോർഷൻ സൈഡിലും റൂഫിലും എല്ലാം നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ്, വെയിലും മഴയൊന്നും കൊള്ളാതെ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെറസിലാണ് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ കണ്ടു. നമുക്കിനി ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത്. ബാൽക്കണിക്കായിട്ട് വലിയൊരു ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. കൂൾ ഫിലിംസ് ഒട്ടിച്ച് നല്ല ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ SS ലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും PVC പാനലിംഗ് വരുന്നുണ്ട്. അവിടെ എല്ലാം നിറയെ സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഭാഗത്ത് നിന്നാണ്. റൈറ്റ് സൈഡിലുള്ള പോർഷൻസ് ആണ് ഇപ്പോൾ കണ്ടത്. ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് കാണാനുള്ളത്. ഇവിടെ ഈ ഒരു പാസേജ് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ മുകളിൽ നമുക്ക് ഒരു ഫാൻ ഫിറ്റിംഗ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകൾ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. താഴെ ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകളുടെ സെയിം സൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. 13.5 11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നമുക്ക് ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിലും എയർ കണ്ടീഷൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ സിമ്പിൾ ആയ വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ്. ഫാൻ ഫിറ്റിംഗ് എല്ലാ റൂമുകളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം പാറ്റേണിലുള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ടൈൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂം നമുക്ക് കുറച്ച് ഡെപ്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് ആണ് ടൈല് വരുന്നത്.
ഇവിടെയും നമുക്ക് ഫിറ്റിംഗ്സ് സെറയിലും ജാഗുവാറിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് വലിയ ഡോറുകളും വിൻഡോകളും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ആയിട്ട് 2 ചെറിയ വിൻഡോസുമാണ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ബെഡ്റൂമിനകത്തും എയർ കണ്ടീഷൻ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് സെയിം മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കുറച്ച് വിൻഡോസ് കിട്ടുന്നുണ്ട്. മിഡിൽ പോർഷനിലുള്ള ഭാഗം ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2ആയിട്ട് ഓപ്പൺ ചെയ്താൽ ഈ ഭാഗത്തായിട്ടൊരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലെ റോഡിലേക്കുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. SS തന്നെയാണ് ഹാൻഡിൽസ് ചെയ്തിരിക്കുന്നത്. അകത്തെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4ാമത്തെ ബാത്റൂമിനകത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഓൾറെഡി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് ഡോർ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും ഫിറ്റിംഗ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഭംഗിയുള്ള ടൈലുകളുമാണ് കോമ്പിനേഷൻ കളേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വെറും 5.9 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വികാസവാണി ജംഗ്ഷനിലേക്ക് 1.6 കിലോമീറ്ററും തെങ്ങോട് ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം, അവിടേക്ക് വെറും 2.3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നല്ല സ്കൂളുകളാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന ആക്സസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.75 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 6.75 സെന്റിൽ വളരെ കുറച്ചൊരു ചെറിയ ലാൻഡ് അളവിൽ മാത്രമാണ് കുറവ് വരുന്നത്. 6.75 സെന്റിൽ 2900 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2900 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്, 2 കിച്ചൺ കിട്ടുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് കിച്ചണും സെക്കൻഡ് കിച്ചണും കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു വലിയ യൂട്ടിലിറ്റി സ്പേസും കിട്ടുന്നുണ്ട്. 5 കാറുകൾക്ക് വരെ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നല്ലൊരു കിണറുണ്ട്. ഓപ്ഷനായിട്ട് നമുക്ക് KWയുടെ വാട്ടർ കൂടി എടുക്കാവുന്നതാണ്. നല്ലൊരു ഏരിയയിലാണ്, എല്ലായിടത്തേക്കും എളുപ്പം എത്തിപ്പെടാം. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,85,00,000 രൂപയാണ്. 1.85 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒരു വീടെടുക്കാൻ വരുമ്പോൾ ഇതിന്റെ പേപ്പർ വർക്കുകൾ തുടങ്ങിയ വീട് നിങ്ങളുടെ കയ്യിലേക്ക് വാങ്ങി താക്കോല് തരുന്ന സമയം വരെ എല്ലാ പേപ്പർ വർക്ക്സിനും എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. വീട് ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.